ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയാണെങ്കിൽ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഫോണിൽ ഇങ്ങനെ കോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ഒരു തവണ കട്ട് ചെയ്തു, രണ്ടാമത് വീണ്ടും കട്ട് ചെയ്തു. അയ്യോ, ഇവൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റാത്തത് കൊണ്ടാണ് എടുക്കാത്തതല്ലേ, താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് ചിന്തിച്ചൂടെ എന്നൊക്കെ അവളിങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത് വീണ്ടും വിളിച്ച സമയത്ത് അവൾ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. പറ മഹേഷ്, മേഘ എങ്ങനെയുണ്ട്? സുഖാണോ? നിനക്ക് വീടൊക്കെ കിട്ടിയോ? ആ, വീടൊക്കെ കിട്ടി. മേഘ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. വീട് ഏത് ഏരിയയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും പ്രിയക്കും നിന്നെ നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, നീ എന്നെ വന്ന് കാണേണ്ട യാതൊരു കാര്യമില്ല, നീ നിന്റെ ജോലി നോക്ക്. അതല്ല മേഘ, പ്രിയ നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് അവളെയും കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് പറ, നീ ഇപ്പം എവിടെയാ? അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ, ഇവൻ എന്നെ കാണാതെ പോകുന്നു തോന്നുന്നില്ല. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ എന്നെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രിയയെ നേരിട്ട് കണ്ടോളാം. ശരി മേഘ. അവൻ കോള് കട്ട് ചെയ്യാണ്. കോള് കട്ടായതും മേഘയ്ക്ക് ദേഷ്യത്തോടെ അവളിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഒരു ഓലക്കുടിലാണ് താമസിക്കുന്നത്, അതും പോരാഞ്ഞ് പ്രിയയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന്. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാവാൻ ഇവനും ഒരു കാരണക്കാരൻ തന്നെയാണ്. ഛേ, ഇവൻ UK തന്നെ നിന്നതായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു. എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും മേഘ കാത്തു നിന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, മഹേഷായിരുന്നു. മഹേഷും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മേഘയോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്താ മേഘ, നല്ല ടെൻഷനുള്ളത് പോലെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല. ശരി, എന്തിനാണ് ഫോൺ ചെയ്ത് എന്നോട് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞത്? മഹേഷ് ചോദിക്കുന്ന സമയത്ത് മേഘ അവനെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തായി? വാസുദേവൻ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ്റെ കഥ കഴിഞ്ഞോ? മഹേഷ് കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അയാളൊന്നും ചത്തിട്ടില്ല, ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. മേഘ പറഞ്ഞത് കേട്ട് മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ, ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നോ? ഓ, അങ്ങനെയാണെങ്കിൽ അയാളുടെ ആയുസ് കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അയാൾക്കൊക്കെ ആയുസ്സുണ്ട്. ഇപ്പോൾ നീയാണ് പ്രശ്നത്തിലായിട്ടുള്ളത്. എന്താ, എനിക്കെന്താ പ്രശ്നമുള്ളത്? മഹേഷ് കൂളായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് മേഘ പറഞ്ഞു കൊടുക്കുന്നത്, നീയാണ് വാസുദേവനെ ആളെ വെച്ച് കത്തി വെച്ച് കുത്തിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് കേട്ടത് മഹേഷ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് നിനക്ക് വേണ്ടി വലവീശി തുടങ്ങിയിട്ടുണ്ട്. നീ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടു എന്ന് കരുത്. പിന്നെ ഈ പുറം ലോകം കാണാൻ നിനക്ക് സാധിക്കുമെന്ന് കരുതണ്ട. ആദ്യത്തെ ഞെട്ടൽ മാറിയതിന് ശേഷം മഹേഷ് പറയുന്നുണ്ട്, ഏയ്, ഞാനങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോലീസിൻ്റെ കയ്യിൽ അകപ്പെടില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, ഞാനിനി പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുവാണെങ്കിൽ തന്നെ ചന്ദ്രികയെയും സിദ്ധാർത്ഥിനെയും മരണം വരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിലാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. പിന്നീട് അവർക്കൊരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അത് ചെയ്തിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കളയും. സിദ്ധുവിനെയും ചന്ദ്രികയെയും നിന്നെക്കൊണ്ട് പിരിക്കാനൊന്നും സാധിക്കില്ല. ഇനി ആകെ 2 ദിവസമേ അവരുടെ കല്യാണത്തിനുള്ളൂ. പിന്നെ എങ്ങനെ നിന്നെക്കൊണ്ട് അവരുടെ കല്യാണം മുടക്കാൻ സാധിക്കും? നിന്നെ എവിടെ കണ്ടാലും പിടിക്കാൻ വേണ്ടി പോലീസ് വലവീശിയിരിക്കുകയാണ്. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ചന്ദ്രികയുടെ സിദ്ധാർത്ഥിൻ്റെയും കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിക്കും. ഇനിയൊരു പക്ഷേ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ സിദ്ധാർത്ഥിനെ അല്ലെങ്കിൽ ചന്ദ്രികയെ ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകും. അത് കേട്ട് മേഘ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സിദ്ധുവിനെയും ചന്ദ്രികയും കൊന്നിട്ട് ജയിലിൽ പോകാൻ പോവുകയാണോ? എടാ, എനിക്ക് അതിനേക്കാളും നല്ലൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. എന്ത് പ്ലാൻ? ആ പ്ലാന് നീ സക്സസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചന്ദ്രികയെ നിനക്ക് തന്നെ വീണ്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മേഘ മഹേഷിന് അവളുടെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മഹേഷിനും നല്ലൊരു പ്ലാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് കേൾപ്പിച്ച് തരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മഹേഷ് ചോദിക്കുകയാണ്, പ്ലാനൊക്കെ കേട്ടിട്ട് നല്ലതാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇനി ആകെ 2 ദിവസമല്ലേ കല്യാണത്തിനുള്ളൂ. അതിനുള്ളിൽ നമ്മൾ എങ്ങനെ ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യുക? എന്തുകൊണ്ട് ഈ പ്ലാന് സക്സസ് ആവില്ല എന്നാണ് നീ വിചാരിക്കുന്നത്? എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവൻ കല്യാണത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ കാര്യങ്ങൾ നടക്കും. നീ എൻ്റെ കൂടെ വാ, നമുക്കിപ്പോൾ തന്നെ പോയിട്ട് അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കാം. മേഘയുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ മഹേഷും പറയുകയാണ്, ശരി, എങ്കിൽ ഞാനും റെഡിയാണ്, നമുക്ക് പോവാം. മേഘ മഹേഷിനെയും കൂട്ടിയിട്ട് നേരെ പോയത് ഫേമസ് ആയ ഒരു മേക്കപ്പ് മാൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അയാളുടെ പേര് വിമൽ എന്നായിരുന്നു. അവിടെ പോയിട്ട് അവർ പരസ്പരം ഹായ് ഒക്കെ പറഞ്ഞതിന് ശേഷം മഹേഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മഹേഷ്.
അതിനുശേഷം സിദ്ധാർത്ഥിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് മേഘ അയാളോട് പറയുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെപ്പോലെ മഹേഷിനെ മാറ്റണമെന്ന്. അപ്പോൾ ഒരു മാസ്ക് തയ്യാറാക്കണം. അതിനാണ് മേഘ ഇപ്പോൾ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് സിദ്ധുവിൻ്റെ ഫേസുള്ള അതേ ഒരു മാസ്ക് മഹേഷിൻ്റെ മുഖത്ത് വെച്ചിട്ട് രണ്ടുപേരും ഒരുപോലെ തോന്നിക്കുന്ന രീതിയിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് മഹേഷിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കിയതിന് ശേഷം അവൻ പറയുന്നുണ്ട്, അയാൾ പറയാണ്, ഇത് നീ പറഞ്ഞതുപോലെ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് പൈസയാവും. അത് കേട്ട സമയത്ത് മേഘ ആകെ ഡെസ്പാവുകയാണ്. അപ്പോൾ അവൾ കുറച്ച് ഇതിൽ നിൽക്കുന്ന സമയത്ത് മഹേഷ് ഒന്നും പറയുന്നില്ല, കാരണം അവൻ്റെ കയ്യിലും പണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അത്രയും പണം തന്നിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഉള്ളത്. അത് കേട്ടിട്ട് അയാൾ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നീ എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ മുൻപ് ചെയ്തതല്ലേ, പണം ഇപ്പോൾ തിരക്കിട്ട് തരണം എന്നില്ല, ഞാൻ ചെയ്തു തരാമെന്ന്. അത് കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. പിന്നീട് അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ മെഷർമെൻറ്റ് വേണം, അതായത് ഫേസിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതുപോലുള്ള മാസ്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തന്നെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ അവൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മഹേഷിനോട് അവിടെയുള്ള ചെയറിൽ ഇരിക്കാൻ പറയണം, മഹേഷിൻ്റെ മുഖത്തിൻ്റെ ഫേസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹേഷ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ മുഖത്തിങ്ങനെ എന്തൊക്കെയോ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അവൻ്റെ മുഖത്ത് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാണ്. അതിനുശേഷം അയാൾ ഇവൻ്റെ മുഖത്തിൻ്റെ അളവൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് മേഘ ഇങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മേഘ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയിക്കോ, ഞാനിത് എടുത്തതിന് ശേഷം നിന്നെ വിളിക്കാം. അതുമാത്രമല്ല സിദ്ധാർത്ഥിൻ്റെ മുകളിലെ മാസ്ക് റെഡിയായതിനു ശേഷം ഞാൻ വിളിക്കാം, അപ്പോൾ നീ വന്നാൽ മതി. ശരി, എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മേഘ തൽക്കാലം അവിടെ നിന്ന് പോവുകയാണ്. മഹേഷിനോട് യാത്ര പറഞ്ഞിട്ടാണ് മേഘ അവിടെ നിന്നും പോകുന്നത്. അയാളാണെങ്കിൽ അയാളുടെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ക്ഷേത്രത്തിൽ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂമാലയൊക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചെയ്യുന്നത് വാസുവും അതുപോലെ തന്നെ മഹേന്ദ്രനും ചേർന്നിട്ടാണ്. അപ്പോൾ വാസു മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അളിയാ ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, കത്തി വെച്ചിട്ട് ഇത്രയും ആഴത്തിൽ കുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കാണോ ചെയ്യാൻ പാടില്ലാത്തത്, ഞാനും ചെയ്തോളാം എന്ന് അയാൾ പറയാണ്. നീ പോയിട്ട് റെസ്റ്റ് എടുത്തോ വാസു, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ സന്തോഷത്തോടെ വാസു പറയുന്നുണ്ട്, അളിയാ നടക്കാൻ പോകുന്നത് മറ്റൊരാളുടെ മോൻ്റെ കല്യാണമല്ല, എൻ്റെ സ്വന്തം മോൻ്റെ കല്യാണമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എങ്കിലും നോക്കിയും കണ്ട് ചെയ്താലാണ് എൻ്റെ മനസ്സിലൊരു സംതൃപ്തി കിട്ടുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ് വാസു, പക്ഷേ നിൻ്റെ ശരീരത്തിന് ഇപ്പോൾ നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. അതുകൊണ്ട് നീ ഓവറായിട്ട് ജോലികളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളോട് ഡോക്ടർ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ അളിയാ. എൻ്റെ മോൻ്റെ കല്യാണം നല്ല രീതിക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ മരിച്ചു പോയാൽ പോലും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അത് കേട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊക്കെയാ അളിയാ നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ മക്കളുടെ കല്യാണം എനിക്ക് കണ്ണു നിറയെ കാണുന്ന അളിയാ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, വാസു പറയാണ്. എന്നിട്ട് രണ്ടുപേരും അവരവരുടെ ജോലി വീണ്ടും ചെയ്യാണ്. അപ്പോഴേക്കും മലർ ഓടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശ ഈ ബലൂൺ ഒന്ന് ഊതിത്തരാവോ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ്റെ കയ്യിലേക്ക് ബലൂൺ കൊടുക്കുവാണ്. മഹേന്ദ്രൻ വേഗം ആ ബലൂൺ വാങ്ങി ഊതിയിട്ട് മലറിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ മറ്റൊന്ന് കൂടി കൊടുക്കുകയാണ്, അത് ഊതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൊച്ചുമോളും മുത്തശ്ശനും തമ്മിലുള്ള സ്നേഹം നോക്കി നിൽക്കുകയാണ് വാസു. അപ്പോൾ രണ്ടാമത്തെ ബലൂണും കൂടെ ഊതി കൊടുത്തിട്ട് മലർ കയ്യിലൊരു നൂല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആ നൂല് വെച്ചിട്ട് ആ 2 ബലൂണും കെട്ടിക്കൊടുക്കുകയാണ്. അവൾ അതും വാങ്ങി ഓടിപ്പോവുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഇതെന്തിനും ഇങ്ങനെയുള്ള ജോലിയൊക്കെ നിങ്ങൾ ചെയ്യുന്നത്? അത് എന്നോട് പറയാതെ വാസുവിനോട് പറ. മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ബോറടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്, അവനവൻ്റെ വയറ്റിലുള്ള മുറിവും വെച്ചുകൊണ്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി വാസുവിനോട് പറയാണ്, ഏട്ടാ നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്തത് മതി, അവിടെ ജാനകി നിങ്ങളെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ല്. അയ്യോ ജാനകി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നോ? അതെ ഏട്ടാ, നിങ്ങളോട് ജാനകിക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, വേഗം അങ്ങോട്ടേക്ക് ചെല്ല്. അത് കേട്ട് വാസുവിന് വല്ലാത്ത സന്തോഷമാവുകയാണ്. ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് നല്ല സന്തോഷമായത്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ജാനകി എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. വാസുവിന് ജാനകിയോടുള്ള സ്നേഹം നോക്കി നിൽക്കുകയാണ് മഹേന്ദ്രൻ. അപ്പോൾ വാസു പറയുന്നുണ്ട്, ശരി ഞാൻ അവളോട് പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. വാസു പോയതിനു ശേഷം ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ജാനകി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് ഏട്ടാ ശ്രദ്ധിച്ചോ? അതേ ലക്ഷ്മി, ഞാനും അത് കണ്ടായിരുന്നു. ജാനകിയുടെ മനസ്സിൻ്റെ നന്മ വാസുവിന് ഇപ്പോഴാണ് മനസ്സിലായത്.
എന്തൊക്കെ തെറ്റുകൾ വാസു ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ജാനകിയുടെ വലിയ മനസ്സുകൊണ്ട് ജാനകി അതൊക്കെ മാപ്പ് നൽകി വാസുവിനെ വീണ്ടും ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ലക്ഷ്മിയും സന്തോഷത്തോടെ പറയുകയാണ്, അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, സിദ്ധുവും ചന്ദ്രികയും ചെയ്യുന്നത് ആലോചിച്ചിട്ട് ഒരു ഭാഗത്ത് സന്തോഷമുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് ജാനകിയും വാസുവും ഒന്നു ചേർന്നത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവും വന്നിട്ടുണ്ടാവുക. മുത്തശ്ശി മുറ്റത്തിരുന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അവരുടെ മുഖത്തൊരു നിരാശഭാവം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ദേഷ്യവും. അതേസമയം മനോഹരനാണെങ്കിൽ കുളിക്കാനുള്ള വെള്ളം എടുക്കാൻ പോവാണ്. അയാൾ അവിടെ ബക്കറ്റും കൊണ്ട് വെച്ചിട്ട് പൈപ്പ് തുറന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിൽ നിന്നും വളരെ മെല്ലെ വെള്ളം വരുന്നുള്ളൂ. അയ്യോ, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുളിക്കണമല്ലോ. ഈ വെള്ളം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്നെനിക്ക് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയാളിങ്ങനെ സ്വയം ആത്മകഥയായിട്ട് പറയാണ്. ആ സമയത്ത് ആരോ 2 കുടത്തിൽ അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കുടത്തിലും നിറയെ വെള്ളമുണ്ട്. തൽക്കാലം ഈ വെള്ളം എടുത്ത് കുളിക്കാം, അതിനുശേഷം ഇതിൽ വെള്ളം പിടിച്ചു വെക്കാം, അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ബക്കറ്റ് അവിടെ തുറന്നു വെച്ചിട്ട് അയാൾ ആ 2 കുടം എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് തോർത്തെടുക്കാൻ വന്ന സമയത്ത് മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കുളിച്ച് വരുന്നത് വരെ എൻ്റെ മാനത്തിന് ചേച്ചിയാണ് കാവൽ. കാരണം അവിടെ ബാത്റൂമൊന്നും ഇല്ലല്ലോ, പുറത്തു നിന്നാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, നിൻ്റെ മാനം പോകുന്നു, നീ പേടിക്കണ്ട. നിൻ്റെ മാനം കണ്ടിട്ട് ഇവിടെയുള്ള മറ്റുള്ളവരുടെ മാനം പോവാഞ്ഞാൽ മതി. പോടാ, പോയി കുളിക്കാൻ നോക്ക്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി അതല്ല ചേച്ചി, അത് വെറും ഒരു ഓല മേഞ്ഞ കുടിൽ പോലെയാണല്ലോ. ആരെങ്കിലും വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ വീഴും ചേച്ചി, അതുകൊണ്ടാ ചേച്ചി പറയുന്നത്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ. ചേച്ചി നീ വേണം ചേച്ചി ആരും വരാതെ നോക്കാൻ വേണ്ടിയിട്ട്. പോവാൻ നോക്ക്. പിന്നെ നിന്റെ മാനങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ അരവിന്ദസ്വാമിയല്ലേ ഇത്. ചേച്ചി കളിയാക്കുന്നത് കേട്ടിട്ട് മനോഹരൻ ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. പിന്നെ നീ കുളിക്കുന്നത് കാണാൻ വേണ്ടി ആൾക്കാർ വരികാത്ത് നിൽക്കുകയാണല്ലോ. പോയി കുളിക്കാൻ നോക്കടാ. ചേച്ചി എനിക്ക് ഞാൻ തന്നെയാണ് ചേച്ചി അരവിന്ദസ്വാമി. കാതൽ റോജാവേ എന്നൊക്കെ പാടിയിട്ട് അവിടുന്ന് പോവുകയാണ്. ഓരോരോ പാട്ടിങ്ങനെ മാറി മാറി പാടിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന 2 കുടം വെള്ളം എടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറുവാണ്. അപ്പോൾ അതൊരു ചെറിയ ഓല മേഞ്ഞൊരു ചെറിയൊരു ബാത്റൂമാണ്. ചെറുതായിട്ട് തകരയൊക്കെ വെച്ച് മറച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുടത്തിലെ വെള്ളം ആ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളുടെ ഡ്രസ്സൊക്കെ ഊരി ചെറിയൊരു തോർത്ത് കെട്ടിയിട്ട് അതൊക്കെ അഴിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ആ ഒരു തകര ഷീറ്റിൻ്റെ മേളിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓല മേഞ്ഞ വാതിൽ പോലെ സാധനം എടുത്തിട്ട് അത് വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ ബാത്റൂമിൽ കുളിക്കുന്നതിനിടയിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ മനോഹരൻ ചിന്തിക്കുകയാണ്, ഞാൻ സാധാരണയായിട്ട് കുളിക്കുമ്പോൾ ഇതേപോലെ ടവലൊന്നും കെട്ടിയിട്ടല്ലല്ലോ കുളിക്കാറ്. തൽക്കാലം ഇതെന്തിനാണ് ഇവിടെ വെറുതെ കെട്ടുന്നത്, വാതിലൊക്കെ അടച്ചതല്ലേ, ഇത് അഴിച്ചു മാറ്റാം എന്നും പറഞ്ഞിട്ട് അയാൾ ആ തോർത്ത് കൂടെ അയച്ചിട്ട് അവിടെ തകരയുടെ മുകളിലിടുകയാണ്. എന്നിട്ട് പൂർണ്ണ നഗ്നനായിട്ടാണ് അയാൾ കുളിക്കുന്നത്. അപ്പോൾ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് മേലെ ഒഴിക്കുന്നതിനെ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് കുളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പാട്ടൊക്കെ പാടി സമാധാനത്തോടെ കുളിക്കുമ്പോഴുള്ള ധൈര്യം എന്താ വെച്ചാൽ പുറത്ത് ചേച്ചി കാവലുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിൽ മനോഹരം പാട്ടൊക്കെ പാടിക്കൊണ്ട് കുളിക്കുന്നത് കേൾക്കുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിക്കുകയാണ്, അവരിങ്ങനെ പാട്ടൊക്കെ പാടിയാണല്ലോ കുളിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ചിന്തിക്കുകയാണ്, ആരായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അകത്ത് ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് മനോഹരൻ അറിയില്ലായിരുന്നു. ആ സമയത്താണ് മനോഹരൻ 2 കുടത്തിൽ വെള്ളം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉടമസ്ഥ അവിടത്തേക്ക് വരുന്നത്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് അവരുടെ കുടങ്ങൾ കാണുന്നില്ല. എവിടെ, ഞാൻ വെച്ച എൻ്റെ കുടങ്ങൾ എവിടെയെന്നൊക്കെ തപ്പി അവർ നോക്കുകയാണ്. എന്നിട്ട് അവർ ശബ്ദം ഉയർത്തി ചോദിക്കുന്നത്, അതൊരു കോളനി പോലുള്ള സ്ഥലമാണല്ലോ. അവർ ശബ്ദം ഉയർത്തി ചോദിക്കുകയാണ്, ഇവിടെ വെള്ളം എടുത്ത് പിടിച്ചിരുന്ന കുടം ആരാ എടുത്തുകൊണ്ട് പോയത്? എന്നിട്ട് അവർ ചുറ്റിലും അവരുടെ കുടം തപ്പി നടക്കുകയാണ്. ആ സമയത്താണ് മനോഹരൻ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബാത്റൂമിൻ്റെ പുറത്തെത്തിയപ്പോൾ അവരുടെ കുടങ്ങൾ അവിടെ കാലിയായിട്ട് കാണുകയാണ്. അത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഏതൊരു മഹാപാപിയാണ് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു വെച്ച വെള്ളം എടുത്തിട്ട് പോയത്, എന്നിട്ട് ആരാണ് അവൻ കുളിക്കുന്നത്? എന്നിട്ട് ദേഷ്യത്തിൽ ആ ഒരു ഓലക്കതവ് അവർ കാലുകൊണ്ട് ചവിട്ടുകയാണ്. അപ്പോൾ അകത്ത് മനോഹരനാണെങ്കിൽ നഗ്നനായിട്ടാണ് കുളിക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ മനോഹരൻ പേടിച്ചുപോയി. മനോഹരനെ അങ്ങനെ കണ്ടപ്പോൾ അവരും ഭയന്നുപോയി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ചെവി പൊത്തുവാണ്. എന്നിട്ട് വേഗം തന്നെ ആ തകര ഷീറ്റിന് മുകളിലുണ്ടായിരുന്ന ആ ഒരു തുണി എടുത്തിട്ട് മനോഹരൻ അയാളുടെ നാണം മറക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ വരെ ദേഷ്യത്തോടെ നോക്കുവാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അയ്യോ എന്നെ അങ്ങനെ നോക്കല്ലേ, എനിക്ക് വല്ലാത്ത നാണാവുന്നു. അയ്യോ ഇങ്ങനെ നാണമില്ലാതെയാണോ കുളിക്കുന്നത്? അപ്പോൾ മനോഹരൻ നാണത്തോടെ ചോദിക്കുകയാണ്, അയ്യോ അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു അല്ലേ? അത് കേട്ട് അവർ നാണത്തോടെ പറയുന്നുണ്ട് കണ്ണ് മാറ്റിക്കൊണ്ട്, എല്ലാം കണ്ടു. അപ്പം മനോഹരൻ വേഗം മുണ്ട് കയ്യിലുണ്ടായിരുന്ന ലുങ്കി വെച്ചിട്ട് മേല് മറക്കുകയാണ്. അയ്യോ
എന്നിട്ട് അവരോട് പറയാണ്, ഞാൻ എപ്പോഴും ബാത്റൂമിൽ വെച്ചിട്ടാണ് കുളിക്കാറ്, അപ്പോൾ ഡ്രസ്സില്ലാതെയാണ് ഞാൻ കുളിക്കാറ്. അത് കേട്ട് അവരും നാണത്തോടെ നിൽക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു വെച്ച വെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്തിനാ വന്നത്? അവരും കൊഞ്ചിക്കൊഴിഞ്ഞോട് ചോദിക്കുന്നുണ്ട്. അപ്പം മനോഹരൻ പറയാണ്, ഐ ആം സോറി, അത് നിങ്ങളുടെ കൂടാണെന്ന് അറിയാതെയാണ് ഞാൻ എടുത്തത്. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് പറ, ഞാൻ തന്നെ അത് 2 കുടത്തിലും വെള്ളം നിറച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരാം. അപ്പം ആ സ്ത്രീയും നാണത്തോടെ പറയുന്നുണ്ട്, പോട്ടെ, സാരമില്ല, ഒരുപാട് നന്ദിയുണ്ട്. മനോഹരനും കൊഞ്ചുമാണ്, അവരും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു നാണത്തോടുള്ള പാട്ടൊക്കെ വരുന്നുണ്ട്. അവർ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് ഓരോരോ ഗോഷ്ഠികൾ കാണിക്കുകയാണ്. മനോഹരൻ നോക്കുമ്പോൾ ആ സ്ത്രീയാണെങ്കിൽ നിലത്ത് കാല് വെച്ചിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് നാണം കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മനോഹരനും കാല് വെച്ചിട്ട് നിലത്ത് ഇങ്ങനെ കളം വരയ്ക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഏരിയയിൽ പുതിയതായിട്ട് വന്നതാണ്, മൈ നെയിം ഈസ് മനോഹർ. അപ്പോൾ അവരും നാണത്തോടെ പറയാണ്, മൈ നെയിം ഈസ് പുഷ്പ. അയ്യോ, പുഷ്പയോ? ഹോ, പേരിൽ തന്നെ സുഗന്ധവും കൊണ്ടാണല്ലോ നടക്കുന്നത്. മനോഹരൻ ആളാവുകയാണ്. ആ സ്ത്രീയും ഇങ്ങനെ നാണത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? നിങ്ങളും നല്ല സുന്ദരിയാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. 30 വർഷമായിട്ട് നിങ്ങളാണ് ആദ്യമായിട്ട് എന്നെ സുന്ദരിയാണെന്ന് പറഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ മനോഹരൻ തിരിച്ചു പറയുന്നുണ്ട്, ഞാനും തിരിച്ച് നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുവാണ്. നോ മെൻഷൻ, ആ സ്ത്രീ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് മനോഹരനോട് പോട്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ പോകുന്നത്. അത് കണ്ട് മനോഹരന് നാണം വരുന്നുണ്ട്. അയാൾ പറയാണ്, മനസ്സിലിങ്ങനെ സ്വന്തം പറയുന്നുണ്ട്, മനോഹരാ, നിനക്കും നാണം വന്നു, നിനക്കും പ്രേമം വന്നു, പെണ്ണ് സെറ്റായി എന്നൊക്കെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയൊക്കെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി ഒരു മേക്കപ്പ് ചെയ്യാനുള്ള ഒരാളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, നിന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട അമ്മ, ഇങ്ങനെ മതിയെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യണം. അങ്ങനെ ചന്ദ്രിക മനസ്സിലാ മനസ്സോടെ അവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.